ഗീ ദോശ ഇവിടെ മൊരിഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ചൂടോടെ അല്ല മൊരിഞ്ഞ ഗീ ദോശ മറിച്ചിട്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ ഗീ ദോശ. ഓക്കേ, ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? മഴയും തണുപ്പായില്ലേ? ഞാൻ രാവിലെ ഗീ ദോശ ഉണ്ടാക്കുക. ഗീ ദോശ ഉണ്ടാക്കാൻ അടുപ്പ് വെച്ചു. ഇത് മഴയത്ത് നല്ലതാണ്. ഇങ്ങനെ കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. നല്ല മുരിഞ്ഞ ഗീ ദോശ ഇങ്ങനെ മടക്കിയാൽ മതി. നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കി 2-3 ഗീ ദോശയും കൂടെ ഉണ്ടാക്കി. തീരെ കനം കുറച്ച് പരത്തണം. മൊരിയട്ടെ. മുരിഞ്ഞ് കഴിഞ്ഞ് മേലെ ഒരു സ്പൂണോ 1/2 സ്പൂണായാലും മതി, നെയ്യ് ഒഴിച്ചാൽ മതി. തിരിച്ചിടരുത്. ഇനി സാമ്പാറും വെച്ചു. ഇതിന് ഉള്ളിച്ചമ്മന്തിയും നല്ലതാണ്. തേങ്ങാ ചമ്മന്തിയും കൊള്ളാം. ഞാനിതിന് ഉള്ളിച്ചമ്മന്തിയും സാമ്പാറും എടുക്കുന്നു. ഓക്കേ, ബൈ. അടുത്ത വീഡിയോ കാണാം.